എല്ലാവർക്കും ട്രാവൽ വൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് എത്തുമ്പോൾ നമ്മളിൽ മിക്കവരും കൃഷ്ണപുരം പാലസ് ഒക്കെ കണ്ട് മടങ്ങാറാണ് പതിവ്. എന്നാൽ കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരം മാത്രമൊന്നുമല്ല കാണാനുള്ളത്, വേറെയും കുറെ കിട്ടിലൻ വൈബ് സ്പോട്ടുകളുണ്ട്. കായംകുളത്ത് ഒരു ദിവസം കൊണ്ട് കാണാൻ കഴിയുന്ന 6 ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ കാഴ്ചകളും ട്രാവൽ ഇൻഫർമേഷനും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കായംകുളത്തെ നമ്മുടെ ആദ്യത്തെ സ്പോട്ട് കായൽക്കര വ്യൂ പോയിന്റ് ആണ്. കായംകുളം KSRTC ബസ് സ്റ്റാൻഡിൽ നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഈ കായൽക്കരയിലേക്ക്. കായൽ വ്യൂ പോയിന്റ് എന്നോ ലേക്ക് പാലസ് എന്നോ ഒക്കെ ഗൂഗിൾ മാപ്പിൽ ഇട്ടാൽ ഗൂഗിൾ അമ്മച്ച് വഴി തെറ്റിക്കാതെ നമ്മളെ ഇവിടെ എത്തിക്കും. ഇവിടുത്തെ ഏറ്റവും കിടിലൻ അട്രാക്ഷൻ 26 അടി ഉയരവും 35 അടി നീളവുമുള്ള ഈ മെർമെയ്ഡ് സ്റ്റാച്ചു ആണ്. കായംകുളം ലേക്ക് ടൂറിസം പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ച ഈ സ്റ്റാച്ചു 3.5 വർഷം എടുത്താണ് പൂർത്തീകരിച്ചത്. ജോൺ കൊല്ലക്കടവ് എന്ന ആളാണ് ഇതിന്റെ ശില്പി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 14 ലക്ഷം രൂപ ചെലവായി ഈ സ്റ്റാച്ചുവിന് ഗവൺമെന്റ് 6.5 ലക്ഷം രൂപ കൊടുത്തുവെന്നും ബാക്കി ജോൺ എന്ന ചങ്ങാതി സ്വന്തം വീട് സ്ഥലമൊക്കെ പണയം വെച്ച് പൂർത്തീകരിച്ചു എന്നൊക്കെയാണ് ഇവിടെയുള്ള ഒരു ചങ്ങാതി എന്നോട് പറഞ്ഞത്. എന്തായാലും ഇതിന്റെ കാഴ്ച ഗംഭീരമായിരുന്നു. ഈ കായൽക്കരയിൽ കായലിന്റെ വൈബ് ആസ്വദിച്ച് സൊറ പറഞ്ഞിരിക്കാൻ ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ ലേക്ക് ടൂറിസം പ്രോജക്റ്റ് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ടപ്പെട്ടവരുമായിട്ട് വന്നാൽ അത്യാവശ്യം സംസാരിച്ചിരിക്കാൻ നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഇവിടം. മുതിർന്നവർ സംസാരിച്ചിരിക്കുമ്പോൾ കുട്ടികൾക്ക് കളിച്ചു തിമിർക്കാൻ ചെറിയൊരു പ്ലേ ഏരിയയും ഇവിടെയുണ്ട്. എന്നാൽ ഒന്നെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒക്കെ ഇവിടെ വരുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇവിടെ നല്ല വെയിലായിരിക്കും. ഇവിടെ മാലിന്യം വലിച്ചെറിയരുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ എല്ലാം വേസ്റ്റുകളൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തികേടാക്കിയിട്ടുമുണ്ട്. റൂൾസ് ഒക്കെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഒരല്പം നീറ്റ്നെസ് ഒക്കെ കുറവാണെങ്കിലും ഈ മെർമെയ്ഡിന്റെ കാഴ്ച ആസ്വദിക്കാനും കായൽ വൈബ് അറിയാനും പ്രഭാത നടത്തത്തിനും പ്രിയപ്പെട്ടവനുമായ ഒരല്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതിനും കായംകുളത്തെത്തുമ്പോൾ ഇവിടം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ കായൽക്കരയിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള ചിന്നൂസ് അക്വേറിയം ആൻഡ് പെറ്റ് ഷോപ്പാണ് നമ്മുടെ രണ്ടാമത്തെ സ്പോട്ട്. ഇത് ശരിക്കും ഒരു ഷോപ്പൊക്കെ ആണെങ്കിലും ഇവിടെ കയറി ഈ കാഴ്ചകൾ നമുക്ക് ഫ്രീ ആയിട്ട് ആസ്വദിച്ചിട്ട് പോകാവുന്നതാണ്. വിവിധ തരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ മീനുകളെ അക്വേറിയം അടക്കം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ കഴിയുന്നതാണ്. കായൽക്കരയിൽ നിന്ന് കൃഷ്ണപുരം പാലസിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഈ അക്വേറിയം കം പെറ്റ് ഷോപ്പ് അന്വേഷിച്ച് വേറെ എങ്ങും പോകേണ്ട കാര്യവുമില്ല. നമുക്ക് വീട്ടിൽ ഓമനിച്ച് വളർത്താൻ കഴിയുന്ന ഒരുപാട് പക്ഷികളെയും ചെറിയ മൃഗങ്ങളെയും ഒക്കെ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ചെറിയ ഡോഗിനെയൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്നും വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ്. അലങ്കാര മത്സ്യങ്ങളെയും വളരെ സുന്ദരമായ വിവിധയിനം പക്ഷികളെയും പെറ്റ്സിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ്. ഇവിടുത്തെ എൻട്രി ഫ്രീ ആയതുകൊണ്ടും കൃഷ്ണപുരം പാലസിലേക്കുള്ള വഴിയിൽ തന്നെ ആയതുകൊണ്ടും കായംകുളം യാത്രയിൽ ഈ അക്വേറിയം കം പെറ്റ് ഷോപ്പ് ഒരിക്കലും മിസ് ചെയ്തേക്കരുത്. കായംകുളത്തെ നമ്മുടെ അടുത്ത സ്പോട്ട് ഫേമസ് ആയിട്ടുള്ള കൃഷ്ണപുരം പാലസ് ആണ്. അക്വേറിയത്തിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമാണ് പാലസിലേക്കുള്ള ദൂരം. 35 രൂപയാണ് ഇവിടെ കയറുന്നതിനുള്ള എൻട്രി ഫീ. ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു 10 രൂപ കൂടെ എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരും. രാവിലെ 9 മണി മുതൽ 1 മണി വരെയും ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 4:30 വരെയും നമുക്ക് പാലസിൽ പ്രവേശിക്കാൻ സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിങ്കളാഴ്ചകളിൽ പാലസ് അവധിയായിരിക്കും. ഗേബിൾഡ് മേൽക്കൂരയും ഇടുങ്ങി ഇടനാഴികളും ഡോർമാർ ജനാലകളും ഒക്കെയുള്ള കേരള വാസ്തുവിദ്യാശൈലിയിൽ നിർമ്മിച്ച പാലസ് കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ കൈവശമുണ്ടായിരുന്ന വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പുരാതന ചിത്രങ്ങളും മരം, പിച്ചള, കല്ല് എന്നിവ കൊണ്ട് നിർമ്മിച്ച പുരാവസ്തുക്കളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഈ കുളമായിരുന്നു. കൊട്ടാരത്തിന്റെ മുകളിൽ നിന്നുള്ള ഈ കുളത്തിന്റെ കാഴ്ച കിടിലനായിരുന്നു. കുറേ സമയം നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. നാണയങ്ങളുടെ വലിയൊരു ശേഖരവും ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണ്. പുരാതന സ്റ്റാച്ചുവും കോയിനുകളും വാളുകളും ആന്റിക്കുകളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പുരാതന കേരള ആർക്കിടെക്ചറും നടുത്തളവും ഒക്കെ ഒരു മറക്കാനാവാത്ത അനുഭവം നൽകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണപുരം പാലസ് കായംകുളം യാത്രയിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. കായംകുളത്തെ നമ്മുടെ 4ാമത്തെ സ്പോട്ട് കാർട്ടൂൺ മ്യൂസിയമാണ്. കൃഷ്ണപുരം പാലസിന്റെ അവിടെ നിന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ശങ്കർ സ്മാരക കാർട്ടൂൺ മ്യൂസിയത്തിലേക്ക്. 10 രൂപയാണ് ഇവിടെ കയറുന്നതിനുള്ള ചാർജ്. 10 മണി മുതൽ 5 മണി വരെ നമുക്ക് ഇവിടെ പ്രവേശിക്കാൻ കഴിയും. പൊളിറ്റിക്കൽ കാർട്ടൂണിന്റെ പിതാവായ ശങ്കറിനുള്ള ട്രിബ്യൂട്ടായിട്ടാണ് ഈ മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്. ശങ്കറിന്റെ ഏകദേശം 120 യഥാർത്ഥ കാർട്ടൂണുകളുടെ ഒരു ശേഖരം ഇവിടെയുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്ത് പ്രസിദ്ധീകരിച്ച കാർട്ടൂണുകൾ മുതൽ ശങ്കറിന്റെ കുടുംബ സംഭാവന ചെയ്ത അദ്ദേഹത്തിന്റെ പേഴ്സണൽ തിങ്സ് വരെ ഇവിടെയുണ്ട്. ഈ കാർട്ടൂൺ മ്യൂസിയം ഒരു ആർട്ട് ഗാലറി കൂടിയാണ്. ശങ്കറിന്റെ കാർട്ടൂണുകൾ കൂടാതെ ഇന്ത്യയിലെ നിരവധി കാർട്ടൂണിസ്റ്റുകളുടെ ഗംഭീരമായ സംഭാവനകൾ ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഛായാചിത്രങ്ങളുടെ ശേഖരങ്ങളൊക്കെ നമ്മൾ നോക്കി നിന്നുപോകും. എത്രയോ കലാകാരന്മാരുടെ സർഗ്ഗവാസനകൾ വിരിഞ്ഞ് ഈ ചുമർ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ സഞ്ചാരികൾക്ക് കിട്ടുന്ന സന്തോഷവും അത്ഭുതവും ചെറുതൊന്നുമല്ല. ആക്ഷേപഹാസ്യങ്ങളുടെ കാർട്ടൂൺ ചിത്രങ്ങൾക്കൊപ്പം വിവിധ ആർട്ട് കരവിരുതുകളും ഈ ആർട്ട് ഗാലറിയിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കാർട്ടൂൺ മ്യൂസിയവും ആർട്ട് ഗാലറിയും കായംകുളം യാത്രയിൽ, പ്രത്യേകിച്ച് കൃഷ്ണപുരം പാലസിന്റെ അവിടെ എത്തുമ്പോൾ ഒരിക്കലും നമ്മൾ മിസ് ചെയ്തേക്കരുത്.
കാർട്ടൂൺ മ്യൂസിയത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ ഇരിക്കുന്ന ഓച്ചിറ ടെമ്പിൾ ആണ് നമ്മുടെ അടുത്ത സ്പോട്ട്. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ എന്ന ലാലേട്ടൻ ഗാനം നമ്മൾ മലയാളികളുടെ ട്രെൻഡിൽ ലിസ്റ്റിൽ ഇടം പിടിച്ചപ്പോൾ മുതലുള്ള ആഗ്രഹമായിരുന്നു ഓച്ചിറയിൽ എത്തണമെന്നുള്ളത്. ഈ ഗാനം എപ്പോഴും ഓച്ചിറയിൽ കേൾക്കാവുന്നതാണ്. ഞാൻ ചെന്നപ്പോൾ ഈ ഗാനം ക്ഷേത്ര പരിസരത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ പോസിറ്റീവ് എനർജിയും വൈബും ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എത്ര കലിപ്പിടിച്ചിരിക്കുന്ന സിറ്റുവേഷനിലാണെങ്കിലും ഇവിടെ എത്തുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകതരം ശാന്തതയും ചൈതന്യവും അനുഭവിച്ചറിയുക തന്നെ വേണം. പ്രകൃതിയിലാണ് ഈശ്വരൻ എന്ന് വിശ്വസിക്കുന്ന ഇവിടെ ഒരുപാട് ആൽമരങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അമ്പലമൊന്നുമില്ല. ഈ ആൽത്തറയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഓങ്കാരമൂർത്തിയെ അനുഭവിച്ചറിയുക തന്നെ വേണം. ആരാധനയും പൂജകളും എല്ലാ ആൽമരങ്ങൾക്കിടയിൽ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതരം സ്പിരിച്വൽ വൈബാണ് നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. പ്രകൃതിയുടെ ശാന്തതയും ചൈതന്യവും എല്ലാം എല്ലാ മതസ്ഥർക്കും ഒരുപോലെ ആയതിനാൽ എല്ലാ മതവിഭാഗങ്ങളിലും വിശ്വസിക്കുന്നവർക്ക് ഇവിടെ എത്തി ഈ സ്പിരിച്വൽ ആംബിയൻസ് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മതസൗഹാർദ്ദത്തിന്റെ മറ്റൊരു ഗംഭീര ഡിവോഷണൽ സ്പോട്ട് കൂടിയായി ഓച്ചിറ ടെമ്പിൾ മാറുന്നുണ്ട്. ഉച്ചക്കത്തെ അന്നദാനവും ഇവിടുത്തെ വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഒരു നല്ല പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഡിവോഷണൽ വൈബ് ആസ്വദിക്കുന്നതിനും ഓച്ചിറയിലെ പരബ്രഹ്മ ക്ഷേത്രവും കായംകുളത്തെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കായംകുളത്തെ നമ്മുടെ ലാസ്റ്റ് സ്പോട്ട് ഓച്ചിറയിൽ നിന്നും 6 കിലോമീറ്റർ അകലെയുള്ള അഴീക്കൽ ബീച്ചാണ്. ഫാമിലിയുമായിട്ടും കുട്ടികളുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കിടിലൻ ബീച്ചാണ് അഴീക്കൽ ബീച്ച്. കടലിലേക്ക് നീണ്ടു കിടക്കുന്ന പുലിമുട്ടാണ് അഴീക്കൽ ബീച്ചിന്റെ സ്പെഷ്യാലിറ്റി. അഴീക്കൽ പാലവും തിരമാലകളും ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് അഴീക്കൽ ബീച്ചിന്റെ വൈബ് ആസ്വദിച്ച് ഒരു വൈകുന്നേരം നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ തിരമാലകളുടെ കാഴ്ചയൊക്കെ കണ്ട് കുറേ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്നതാണ്. അത്രയ്ക്ക് സുന്ദരമായ കാഴ്ചയാണിത്. കുട്ടികളുമായിട്ടൊക്കെ വന്നാൽ ഈ കടൽ തീരം അവർക്ക് 10 കണക്കിന് ഫൺ നൽകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ രാവിലെ കായൽക്കരയിൽ നിന്ന് ആരംഭിക്കുന്ന നമ്മുടെ കായംകുളം ട്രിപ്പ് അക്വേറിയവും കൃഷ്ണപുരം പാലസും കാർട്ടൂൺ മ്യൂസിയവും ഓച്ചിറ ടെമ്പിളും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് അഴീക്കൽ ബീച്ചിലെ ആർത്തിരമ്പുന്ന തിരമാലകളിൽ കളിച്ച് നമുക്ക് വൈകുന്നേരത്തോടുകൂടി അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും കായംകുളത്തെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.